ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണെന്നറിയോ? ഇന്നത്തെ സ്പെഷ്യൽ പാലക്കാടൻ കോഴിയും കുമ്പളങ്ങയാണ് കേട്ടോ. അപ്പോൾ പാലക്കാട് ഇരുന്നിട്ട് കോഴിയും കുമ്പളങ്ങയും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അത് കുറച്ച് മോശമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് പാലക്കാടൻ സ്റ്റൈലിൽ തന്നെ കോഴിയും കുമ്പളങ്ങയും ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ചിക്കൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് ചിക്കൻ കേട്ടോ ഇതിന് ആവശ്യമുള്ളൂ. ഇതിലെ മെയിൻ താരം കുമ്പളങ്ങയാണ് കേട്ടോ. കുമ്പളങ്ങ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കുറച്ച് വലിയ പീസുകളായിട്ട് തന്നെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സവാളയും ചെറിയ ഉള്ളി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചതച്ചിട്ട് തന്നെ ഇടണേ. പിന്നെ ഒരു 2 വലിയ പഴുത്ത തക്കാളിയും കൂടെ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകൊന്ന് ആദ്യം കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഈ ഒരു പ്രോസസ്സ് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ചെയ്യണേ. പാലക്കാടൻ കോഴിയും കുമ്പളങ്ങയുടെയും പ്രത്യേകത ഈ ഒരു കടുക് താളിപ്പാണ് കേട്ടോ. ഇവിടുത്തെ കോഴിക്കറിയിൽ കടുക് താളിക്കും. കോഴിക്കറിയിൽ എന്നല്ല, എനിക്ക് തോന്നുന്നു നോൺ വെജ് എല്ലാത്തിലും കടുക് താളിക്കാറുണ്ട്. ചില സ്ഥലങ്ങളിലൊന്നും കടുക് ഇടാറില്ലല്ലോ അല്ലേ? എൻ്റെ വീട്ടിലൊന്നും കടുക് താളിക്കില്ല കേട്ടോ. അപ്പോൾ ഈ പാലക്കാട് ഭാഗത്ത് കടുക് താളിക്കും. അപ്പോൾ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ചെയ്യാട്ടോ. എന്നാലാണ് ആ പാലക്കാടിൻ്റേതായ ടേസ്റ്റ് കിട്ടുള്ളൂ. എന്നിട്ട് അതിലേക്ക് സവാള ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ചതച്ച് വെച്ച ഇഞ്ചിയും ചതച്ച വെളുത്തുള്ളിയും ചുമന്നുള്ളിയും എല്ലാം കൂടെ ഇട്ടാണ്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇനി ഇതൊന്ന് വഴഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല പഴുത്ത തക്കാളിനെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതും കൂടെ നല്ല പോലെ അങ്ങോട്ട് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. എനിക്ക് ആദ്യമൊന്നും ഈ കറി അത്രയ്ക്ക് ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഫ്രണ്ട്സൊക്കെ കൊണ്ടുവന്ന് കഴിച്ചിട്ടാണ് പിന്നീട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇവിടേക്ക് ഈ ഭാഗത്തേക്കൊക്കെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ വിരുന്ന് വിളിക്കുന്ന ചടങ്ങുണ്ടല്ലോ. അപ്പോൾ എൻ്റെയൊക്കെ കല്യാണം കഴിഞ്ഞ് കഞ്ചിക്കോട്ടേക്ക് വന്ന സമയത്ത് 2-3 വീട്ടിലേക്ക് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സമയത്താണ് ഞാൻ ഈ കറി ആദ്യമായിട്ട് കഴിക്കുന്നത്. പക്ഷേ എനിക്ക് അന്ന് അത്രയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിപ്പോൾ ഞാൻ എപ്പോഴും ഉണ്ടാക്കാവുന്ന ഒരു കറി തന്നെയാണ് കേട്ടോ. പിന്നെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇതപ്പോൾ നമ്മളെ സാധനമൊക്കെ അങ്ങോട്ട് വാട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ടാണ് ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് പച്ചമണം മാറുന്നവരെ മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഈ ഒരു ഭാഗത്ത് കോഴിയും കുമ്പളങ്ങി ഉണ്ടാക്കുന്നത് കല്യാണത്തിൻ്റെ തലേദിവസം മാത്രമൊന്നുമല്ല കേട്ടോ. അത്യാവശ്യം ഒരാൾ കൂടുന്ന എല്ലാ ഫംഗ്ഷനും ഈ ഒരു സംഭവം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമുക്കിതൊരു ഈ ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ കറിയായിട്ട് തന്നെ കേട്ടോ തോന്നുള്ളൂ. പക്ഷേ ടേസ്റ്റ് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാൻ ആദ്യമായിട്ട് കഴിച്ചത് കൊണ്ടായിരിക്കും എനിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരുന്നത്. പിന്നീടൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ അതാ നമ്മൾ പൊടി അങ്ങനെ പച്ചമുളക് മാറുന്നവരെ വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ചിക്കനൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണ്. പക്ഷേ അങ്ങനെ വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൽ കൂടെ തന്നെ ഇട്ടിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഒന്ന് വേവിച്ചെടുത്തു എന്ന് മാത്രം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തൊന്ന് വേവിച്ചെടുത്തതാണ്. അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള കുമ്പളങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കുമ്പളങ്ങ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. കാരണം കുമ്പളങ്ങ വെന്തുടയാൻ പാടില്ല കേട്ടോ. ചിക്കൻ വെന്തുടഞ്ഞാലും കുമ്പളങ്ങ ഉടയാൻ പാടില്ല. ഇതിലത്തെ ടേസ്റ്റ് കുമ്പളങ്ങയ്ക്കാണ് കേട്ടോ. ഈ ചിക്കനിൽ കിടന്ന് വെന്തിട്ട് കിട്ടുന്ന ആ ഒരു കുമ്പളങ്ങയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ കുമ്പളങ്ങയും കൂടെ ഇട്ടിട്ട് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം അങ്ങോട്ട് ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കാരണം കുമ്പളങ്ങയിലൊക്കെ കുറച്ച് വെള്ളം ഉള്ളതാണല്ലോ, വെള്ളം ഇറങ്ങുമല്ലോ. എന്നാലും ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ചാറിന് ആവശ്യമായിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് എല്ലാം അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തിളയ്ക്കട്ടെ. ഒന്ന് കുറച്ച് നേരം തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് മല്ലിയിലയൊക്കെ ഒന്ന് മുകളിൽ കൂടെ വിതറി കൊടുക്കണം. എന്നിട്ട് അതങ്ങോട്ട് അടച്ച് വെച്ച് ഒന്നങ്ങോട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ വേണം. തേങ്ങ ചിലർ വറുത്തരയ്ക്കാറുണ്ട്. പക്ഷേ ഈ ഒരു ഭാഗത്ത് അങ്ങനെ വറുത്തരയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എൻ്റെ ഇവിടെ കഞ്ചിക്കോട് ഉണ്ടാക്കുന്നത് വറുത്തരയ്ക്കൊന്നുമില്ല. സാധാ പച്ചത്തേങ്ങ തന്നെയാണ് കേട്ടോ അരയ്ക്കുക. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് തേങ്ങയൊക്കെ ഒന്ന് ചിരകി എടുത്തിട്ടുണ്ട്. വെറും തേങ്ങ, വേറെ അതിലൊന്നും ചേർത്തിട്ടില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതങ്ങോട്ട് മഷി പോലെ ഒന്ന് അങ്ങോട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. എന്നിട്ട് ഈ ഒരു കുമ്പളങ്ങ വെന്ത് വരുമ്പോൾ ചിക്കൻ ഓൾറെഡി വെന്തിട്ടുണ്ട്. ഇത് വേവിക്കാത്ത ചിക്കനാണെങ്കിൽ ചിക്കനും കൂടെ ഇതിൽ കിടന്നങ്ങോട്ട് വേവട്ടെ കേട്ടോ. കുമ്പളങ്ങയും ചിക്കനും അങ്ങോട്ട് വെന്ത് ആ ഒരു പ്രത്യേക മണം വരും കേട്ടോ. ചിക്കൻ്റെ ഫ്ലേവർ ഫുള്ള് ഈ കുമ്പളങ്ങയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി പിടിക്കണം. അപ്പോഴാണ് ആ കുമ്പളങ്ങയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. ഇതപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതപ്പോൾ കുമ്പളങ്ങയൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കുക. പച്ചത്തേങ്ങ വെറുതെ അങ്ങോട്ട് അരച്ചെടുത്തതാണ് കേട്ടോ. അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്നും കൂടെ അങ്ങോട്ട് വേവിച്ചെടുക്കുക.
ഇപ്പോൾ ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ടാവണം കേട്ടോ. കുമ്പളങ്ങ അതിനാണ് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി എടുത്തത്. കാരണം ആ ചിക്കൻ്റെ കൂടെ അതും കൂടെ വെന്ത് ഉടയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഇതാ എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇനി ഈ ഒരു തേങ്ങയും അത് ജാറൊക്കെ ഒന്ന് കഴുകി കുറച്ച് വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക. അപ്പോൾ ഇത്രയും വടിയുള്ളൂ കേട്ടോ. ഇനി കുറച്ച് മല്ലിയിലേക്ക് കുറച്ച് നിറയെ അങ്ങോട്ട് മുളക് കൂടെ വിതറിക്കുക, കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഇടുക, എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതാ സംഭവം റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണേ. പാലക്കാടിൻ്റേതായ ആ തനത് രുചി ഇതാ ഈ ഒരു കറിക്കുണ്ട് കേട്ടോ. അപ്പോൾ കടുക് വറക്കൽ മിക്സ് ചെയ്യരുത്, അതിൻ്റെ ഒരു ടേസ്റ്റ് ഇതിലേക്ക് അങ്ങോട്ട് മുന്നിട്ട് നിൽക്കുക തന്നെ വേണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.